നമ്മുടെ എമ്പുരാൻ റിലീസ് ചെയ്തതിനു ശേഷം നമ്മൾ കേട്ടുവരുന്നൊരു കാര്യമാണ് മോഹൻലാലിനെ വളരെയധികം ക്രൂശിക്കപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ക്രൂശിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കുറേയധികം ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർ സിനിമയെ വിമർശിക്കുന്നതിനപ്പുറത്തേക്കും അവർ സിനിമയുടെ കഥയിൽ അല്ലെങ്കിൽ ആ ഒരു പോർഷൻസിനെ മാത്രം വിമർശിക്കുന്നതിനപ്പുറത്തേക്കും ഒരു വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഹത്യ തന്നെ നടത്തുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ പല കാര്യങ്ങളെയും വിഷമിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിനെ ചേർന്ന ഒരാളല്ല, അല്ലെങ്കിൽ ഭാരതത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ആർമി പോലൊരു കാര്യത്തിൽ ഇത്തരം ഒരു പദവിയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന പേരിൽ അഖില ഭാരതീയ മലയാളി സംഘം എന്ന് പറയുന്ന സംഘടന അവര് പരാതി കൊടുത്തിരിക്കുന്നത്. അത് വേറെ ആർക്കും അല്ല, പ്രതിരോധ മന്ത്രിക്കാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പദവി എടുത്തു മാറ്റണം. കാരണം പ്രതിരോധ മന്ത്രിയാണല്ലോ ഈ ഒരു രീതിയിൽ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും ബാക്കി എയർഫോഴ്സ് ഇതിന്റെ എല്ലാം ചുമതലയുള്ളത് പ്രതിരോധ മന്ത്രിക്ക്, ഡിഫൻസ് മിനിസ്റ്റർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ഇത്തരം ഒരു വ്യക്തിക്ക് ഈ ഒരു പദവിയിൽ ഇരിക്കാൻ അർഹനല്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ മോഹൻലാലിനെതിരെ വന്ന പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെ എമ്പുരാനിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരണം വീണ്ടും ഒരു കലാപത്തിലേക്ക് നയിക്കാൻ, ആളുകളുടെ വിദ്വേഷം ജനിപ്പിക്കാൻ, ഇങ്ങനെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്, അതുകൊണ്ട് താങ്കൾ എപ്പോഴും പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് മോഹൻലാലിനെതിരെ നിരന്തരമായി ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, നേരെ മറിച്ച് മോഹൻലാൽ ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള SDPIയുടെ ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ തന്നെ മോഹൻലാലിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആക്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് ഒരു കാര്യത്തെ ആവിഷ്കരിക്കാനോ ഒരു കാര്യമായി ബന്ധപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു സംഭവം സിനിമയിലൂടെ കൊണ്ടുവരാനോ ഒന്നുമുള്ള വിലക്ക് ഈ രാജ്യത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. അതല്ല, ഏകപക്ഷീയമായിട്ട് ഒരു കലാപത്തെ ചിത്രീകരിച്ചു, ഗോദ്രയെ പറഞ്ഞില്ല എന്നായിരുന്നല്ലോ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ ഗോദ്രയെ ചൂണ്ടിക്കാണിക്കാതെ ഇത്തരത്തിലൊരു കലാപത്തെ എടുത്തത് ഒരു ഹിന്ദു വിരുദ്ധത അതിലുണ്ട്, രാജ്യവിരുദ്ധതയുണ്ട്. അതുകൊണ്ട് തന്നെ ആർമി എന്ന് പറഞ്ഞാൽ വളരെയധികം വൈകാരികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അവർ അവിടെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മളിവിടെ കിടന്നുറങ്ങുന്നത് എന്ന് പറയാറുണ്ട് ആർമിയെ പറ്റി. ആ തരത്തിലുള്ള ആർമിയെ അപമാനിക്കുന്ന രീതിയിലാണ് മോഹൻലാലിന്റെ ചെയ്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അഖില ഭാരതീയ മലയാളി സംഘ്, അങ്ങനെ ഒരു സംഘിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതുവരെ അത്തരത്തിലൊരു സംഘ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ, ഇതൊരു കടലാസ് സംഘടനയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത്തരത്തിലൊരു സംഘ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല പരാതികളും കേന്ദ്രത്തിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, ഒരു ജ്വല്ലറി പരസ്യത്തിനിടയ്ക്ക് അദ്ദേഹം യൂണിഫോം ഇട്ട് അഭിനയിച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മോഹൻലാലിനെതിരെ പറയുന്നത്. മോഹൻലാലിന് സൈനിക വേഷത്തിന്റെ വില അറിയില്ല എന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ അതിര, യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? BJPയുടെ ഒരു ജില്ലാ നേതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. എമ്പുരാൻ പ്രദർശനം എമ്പുരാന്റെ പ്രദർശനം നിരോധിക്കണം, ഇത് വലിയ പ്രശ്നമുള്ള സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഹൈക്കോടതി ചോദിച്ചത്, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അത് മറുപടി പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ല എന്താ മറുപടി എന്നുള്ളത്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് സെൻസർ ചെയ്യപ്പെട്ട സിനിമയാണ്. സെൻസർ ചെയ്യപ്പെട്ട സിനിമ കേരളത്തിൽ നിരോധിക്കണമെന്ന് പറയാൻ എന്താണ് കാര്യം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് പറയാൻ എന്താണ് കാര്യം? അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതൊരു ഒരു പേരെടുക്കാനുള്ള ഹർജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി തള്ളുകയാണ് ചെയ്തത്. ഈ ഹർജിക്കാരൻ BJPയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ BJPയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ ഹർജിക്കാരനെ BJPയിൽ നിന്ന് പുറത്താക്കി. ഈ BJPയിൽ നിന്ന് പുറത്താക്കുകയും കേസ് ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളണം എന്ന് പറയുകയും BJPയുടെ നിലപാടല്ല ഇത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പക്ഷേ സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യാനോ സിനിമ പോയി കാണരുത് എന്ന് പറയാനോ BJPയോ സംഘപരിവാർ സംഘടനകളോ ഇതുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മോഹൻലാലിന് നേരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറയുന്നത് പോലെയാണ്. മോഹൻലാലിന് നേരെ കല്ലെറിയാൻ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. ഒരുപാട് സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് നേരെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു നിസ്സാരമായ കാരണങ്ങൾ വീണ്ടും കിട്ടുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നത് ഒരു പറ്റം ആളുകളാണ്. അതിൽ CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, പിന്നെ ഇനി അല്ല
അല്ലാത്ത ഫാൻസ് അസോസിയേഷൻ്റെ ആളുകളുണ്ട്. ഈ അടുത്ത് ഒരു ഒരു പ്രധാനപ്പെട്ട എന്താണ് അഗ്നി ആചാര്യൻ മോഹൻലാലിനെ എന്താണ് പിന്നെ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ചതുപോലെ കങ്കാളം എന്ന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന് മോഹൻലാലിൻ്റെ കൂടെ നടക്കുന്ന കുറച്ച് ആളുകളൊക്കെ ആയി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അത് തീർക്കാൻ മോഹൻലാലിനെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ മോഹൻലാലിനെതിരെ ആഞ്ഞടിക്കുകയാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അസൂയ എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിന്റെ കാര്യം. അല്ലെങ്കിൽ എമ്പുരാന് ശേഷം മോഹൻലാലിന് ഇത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ആക്രമിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദീപികയെ പറ്റി ആലോചിക്കുന്നത്. ദീപിക പത്കോണിന്റെ പല സിനിമകളും ഇതേപോലെ വിവാദമായിട്ടുണ്ട്. പത്മാവതിയിലെ ആണെങ്കിൽ പത്മാവതി എന്നുള്ളത് പത്മാവതാക്കി മാറ്റപ്പെടണമെന്ന് പറഞ്ഞതും, അതേപോലെ തന്നെ നമുക്കറിയാം പത്താൻ എന്ന് പറയുന്ന ഷാരൂഖ് ഖാനൊക്കെ ഉള്ള ഒരു രംഗത്തില് കാവി ബിക്കിനി ഇട്ടു എന്നും പറഞ്ഞിട്ട് അതിന് രീതിയിൽ സംഘപരിവാറിന്റെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്കും ദീപികയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചതാണ് ദീപികയെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോൾ. JNUല് അവിടുത്തെ കുട്ടികൾ അവിടെ സമരം ചെയ്യുന്ന സമയത്ത് ദീപിക അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അപ്പോഴും ദീപികയുടെ സിനിമയെ നിരോധിക്കണം, അല്ലെങ്കിൽ അടുത്ത ദിവസം അവരൊരു സിനിമ റിലീസായിരുന്നു. അപ്പോൾ സിനിമയ്ക്കെതിരെ ഒരുപാട് ഇതുണ്ടായി. എന്ന് വെച്ചാൽ ദീപികയുടെ സിനിമ എല്ലാവരും ഉപേക്ഷിക്കണം, ആ സിനിമ ആരും കാണാൻ പോരുതെന്ന് പറയുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ദീപികയെ പറയുകയാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ആ സിനിമ ഒരു കൂട്ടം പ്രേക്ഷകർ ഞങ്ങൾ ഇനി കാണില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ പറയുകയാണ് ഞങ്ങളുണ്ട് ദീപികയോടൊപ്പം എന്ന രീതിയിൽ. അപ്പോ ഇത് മോഹൻലാലിന്റെ മാത്രമല്ല, അല്ലെങ്കിൽ മോഹൻലാലിന്റെ മുമ്പ് ഈ ഒരു രീതിയിൽ സൈബർ അറ്റാക്ക് നേരിട്ടുള്ള ആളാണ് ദീപിക. ഏറ്റവും കുടുങ്ങിയത് ഈ രണ്ട് കേസിനേക്കാളും കൂടുതലായിട്ട് പത്മാവതിയുടെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതേപോലെ ഈ പതാനിനാഥിലും കാവ്യ വസ്ത്രം ധരിച്ചു എന്ന രീതിയിലേക്ക് ഇത് നല്ല രീതിയിൽ വിവാദമാവുകയും സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ദീപിക പദുക്കോൺ. അല്ല, അത് ശരിയാണ്. ദീപിക പദുക്കോൺ നല്ല നിലയ്ക്ക് പിന്നെ ഈ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. പ്രമേയങ്ങളെ പേടിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ നേരിട്ട് 3 ദിവസം തുടർച്ചയായിട്ട് ഒരു നടനെതിരെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാലിനെതിരെയാണ്, പൃഥ്വിരാജിനെതിരെയാണ്, മനസ്സിലാക്കണം. കാരണം RSSന്റെ മുഖപത്രം ഒരിക്കലും ഇത്തരമുള്ള സിനിമാകാരികൾ ഇപ്പോൾ പത്താനായിക്കോട്ടെ കൂടുതലായിട്ടും ഈ പത്മാവതിയിൽ കൂടുതലായിട്ടും ഒരു ചരിത്രപരമായിട്ട് കൂടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഇതേ കാര്യം തന്നെ ഈ മുഗളിനെ പറ്റിയിട്ടാണെങ്കിലും അതിലും അവരെ ഒരു നെഗറ്റിവിറ്റി തോന്നും, അല്ലെങ്കിൽ ഇവിടുത്തെ ഭാരതത്തിലേക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ ഈ ഹൈന്ദവ സംസ്കാരം ആണെങ്കിലും സംഘപരിവാർ അവർക്കെതിരെ ഒരു കാര്യം മൂവ്മെന്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് പത്മാവതിയിൽ എത്രത്തോളം ഒരു വിഷയം അവര് സൃഷ്ടിക്കാനും അതിന്റെ പേര് മാറ്റമുണ്ടെങ്കിൽ അതിൽ അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ അന്നും ഈ ദീപിക എന്ന് പറയുന്നത് വളരെയധികം നല്ല നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് തന്നെയായിരുന്നു. അതിനെതിരെ മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഈ മുരളി ഗോപിയുടെ ഇപ്പൊ എല്ലാവരും എടുത്ത് പോസ്റ്ററൊക്കെ ആക്കുന്ന പോലെ ആ ഒരു സമയത്ത് അവർക്കെതിരെ കുറേയധികം ഈ പതാന്റെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ആൾക്കാരും ബിക്കിനി ആയതുകൊണ്ട് തന്നെ സംഘപരിവാർ പറയുന്നതിനോടൊപ്പം കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഓക്കെ വസ്ത്രം ശരിയല്ല അങ്ങനെയുള്ള രീതിയിലായിരുന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തിലെന്ന് പറഞ്ഞ് ഈ പത്മാവതിയിലെ പോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ഗുജറാത്ത് കലാപമാണെങ്കിലും ഇതാണ് അവരെ കൂടുതലായിട്ടും വേദനിപ്പിച്ചത്, സെൻസിറ്റീവ് ആക്കി മാറ്റിയത്. അപ്പൊ ഇതവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഭാരതത്തിലുള്ള ആൾക്കാരെല്ലാം ഇവർക്കെതിരെ ആകും, അല്ലെങ്കിൽ ഇവർക്കെതിരെ തിരിയും എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് തങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ടല്ല, പകരം നേരത്തെ പറയുന്ന പോലെ ഈ ഹിന്ദുസ്ഥാനെതിരെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അല്ല, പത്മാവതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉള്ളിലെ കോർ വിഷയം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് ഒരു പരിധി വരെ അപ്പുറത്തേക്ക് കടന്ന് ചർച്ച ചെയ്യേണ്ടിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പത്മാവത് അതുമായി ബന്ധപ്പെട്ട ഒരു എന്താണ് അതിൻ്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്, അതിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ദീപികയ്ക്കെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മോഹൻലാലിനെ പോലൊരു നടനെതിരെ, പൃഥ്വിരാജിനെ പോലൊരാൾക്കെതിരെ RSS നേരിട്ട് ഒരു ഇന്ത്യയിൽ RSSന്റെ ഒരു മുഖപത്രം ആർക്കെങ്കിലും എതിരെ ഇത്തരത്തിലൊരു വിമർശനം എഴുതിയത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ജീവിത കാലയളവിൽ തന്നെ RSS മുഖപത്രം നേരിട്ട് ആരെയും വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അങ്ങനെ അവരുടെ ഒരു രീതി അവർക്കില്ല. RSSന് അങ്ങനെ ഒരു രീതിയില്ല. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അല്ലാതെ പറയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ഇത് നേരിട്ട് അവർ ഡയറക്റ്റ്ലി അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ ഏത് ആളുകളും ഒന്നും ഭയക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം RSSന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് RSS ഇവിടെ കാണിച്ച ആളുകൾ തന്നെയാണ്. അപ്പോൾ ഈ അഖില ഭാരതീയ മലയാളി സംഘ്, ഏത് മലയാളികളാണ് ഈ സംഘ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല, അവർ കൊണ്ടുപോയിട്ട് മോഹൻലാലിന്റെ ഈ പിന്നെ എന്താണ് ഈ പറയുന്ന പോലെ ഇത് ലെഫ്റ്റനന്റ് കേണൽ പദവി എടുക്കണം എന്ന് പറയുന്നു. എന്ത് വിരോധാഭാസമാണ് എന്നാണ്. അബ്രഹാം എന്നൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി മാത്രം ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. അല്ല, അത് മാത്രമല്ല, ഈ മലയാളി ഈ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഈ എന്താണ് ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന പോലെ മേജർ മഹാദേവനായി സിനിമ, കീർത്തി ചക്ര അടക്കമുള്ള സിനിമകൾ ചെയ്ത്
അത് യുവാക്കൾക്ക് ഒരുപാട് രാജ്യത്തോട് ഒരുപാട് കൂറുണ്ടാക്കിയതിൽ ഒരാളാണ് മോഹൻലാൽ എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുക്കുന്ന ആരുടെ കാലത്താണ്? കോൺഗ്രസിന്റെ കാലത്താണ്. എ കെ ആന്റണിയാണ് കൊടുത്തത്. ആലോചിക്കണം. ആ സമയത്ത് അത് കൊടുത്തത് അത് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. മോഹൻലാൽ ഇത്തരത്തിലൊരു സിനിമ ഇറക്കി എന്നതുകൊണ്ട് മോഹൻലാലിന്റെ നയം അതാണ്, മോഹൻലാലിന്റെ നിലപാട് അതാണ് എന്ന് പറയാൻ പറ്റുമോ? രാജ്യത്തിനെതിരെ ഒരു സിനിമയൊന്നും മോഹൻലാൽ ഇറക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് സംഘപരിവാരത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെ ഏകപക്ഷീയമായി ചിത്രീകരിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ രാജ്യവിരുദ്ധമായ ഒരു കാര്യം ചെയ്തു, രാജ്യത്തിനെതിരെ പ്രതികരിക്കണം, രാജ്യത്തിനെതിരെ അറ്റാക്ക് ചെയ്യണം എന്നൊന്നും ഈ സിനിമയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ആളുമല്ല മോഹൻലാൽ. രണ്ടാമത്തത്, മോഹൻലാലിനെ അങ്ങ് ഈ ലെഫ്റ്റനന്റ് കേണൽ പദവി അങ്ങ് വാങ്ങാൻ ഇതെന്താ പപ്പടം കൊടുക്കുന്ന പോലെ വാങ്ങിക്കളിക്കുന്ന സാധനമാണോ? ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ജ്വല്ലറിയുടെ പരസ്യത്തിൽ മോഹൻലാൽ പോയിട്ട് ഈ യൂണിഫോം ഇട്ട് അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട്. യൂണിഫോം, ജ്വല്ലറിയുടെ ഒരു പരസ്യത്തിൽ യൂണിഫോമിന്റെ ആവശ്യം വരുന്നു. മോഹൻലാൽ എത്രയോ അധികം സിനിമകളിൽ പോലീസായിട്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ട്, അതുപോലെ പട്ടാളക്കാരനായിട്ട്, അതുപോലെ ഡോക്ടറായിട്ട് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ യൂണിഫോം ഇട്ടിട്ടില്ലേ? ഒരു പരസ്യത്തിൽ, ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഒരു പട്ടാളക്കാരന്റെ റോളാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഞാൻ ലെഫ്റ്റനന്റ് കേണലാണ്, അതുകൊണ്ട് എനിക്ക് പട്ടാളക്കാരന്റെ വേഷം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? അദ്ദേഹം ഒരു അഭിനേതാവാണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തത്. അതുകൊണ്ട് ഈ പദവി ഉള്ളത് കൊണ്ട് എനിക്ക് ആർമി വേഷം ഇടാൻ പറ്റില്ല എന്ന് പറയുന്നതൊന്നും യോജിക്കാൻ പറ്റില്ല. ഇത് മോഹൻലാലിന് എങ്ങനെയെങ്കിലും ഇതിന്റെ ഉള്ളിൽ കുറുക്കടി അടിക്കുക എന്നുള്ള കുറേ ഒരുപറ്റം ആളുകളുടെ ഒരു സ്വഭാവമുണ്ട്. അത് അവർ കാത്തിരുന്ന അവസരമാണിത്. ആ അവസരം അവർ എടുത്ത് പ്രയോഗിക്കുകയാണ്. അവർ വളരെയധികം എന്ത് ചെയ്യാണ്, അതിനെതിരെ അവർ പറയുകയാണ്. പക്ഷെ ഞാൻ അപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. മോഹൻലാലിനെതിരെ, പൃഥ്വിരാജിനെതിരെ, ഇവർക്ക് എല്ലാവർക്കുമെതിരെ ഇങ്ങനെ വലിയ ഹേറ്റ് ക്യാമ്പയിനിങ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മലയാള സിനിമയ്ക്കകത്ത് വരെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള ഹേറ്റ് ക്യാമ്പയിനുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, അത് സംഘപരിവാരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തികൾക്ക് നേരെ മറ്റ് ഇവിടുത്തെ ചില സംഘടനകളുടെ, കേരളത്തിലെ ചില പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വരുമ്പോഴും മലയാളത്തിന്റെ മഹാനടൻ എന്ന് പറയുന്ന മമ്മൂട്ടി ഒന്നും അറിഞ്ഞില്ലേ, ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഒരു അക്ഷരം പോലും ഇത്രയും ദിവസമായിട്ട് മമ്മൂട്ടിയുടെ വായിൽ നിന്ന് വീണത് ഞാൻ കണ്ടിട്ടില്ല. അതാരും ഒരു കുറ്റവും മമ്മൂട്ടിയെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മമ്മൂട്ടി നിർബന്ധമായിട്ട് മമ്മൂട്ടി പ്രതികരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബിഗ് MSകളിൽ ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്വ ബോധമുള്ള മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരാളാണ്. പക്ഷെ എന്നിട്ടും ആസിഫ് അലിയൊക്കെ പ്രതികരിച്ചു, മറ്റു പലരും പ്രതികരിച്ചു, ഫെഫ്ക പ്രതികരിച്ചു, മമ്മൂട്ടി ഇതുവരെ പ്രതികരിച്ചതായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിലൊക്കെ എല്ലാവർക്കും അവരവരുടെ കാര്യം എന്നുള്ള നിലയിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ എല്ലാം ബിസിനസ്സാണ്, ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി മാങ്ങയുള്ള മാവിലൊന്ന് കല്ലെറിഞ്ഞ് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ലാലിനെതിരെ, മോഹൻലാലിനെതിരെ കുറെ ആളുകൾ തുരിഞ്ഞി ഇറങ്ങിയിരിക്കുന്നു. ഇതിനോടൊക്കെ പരമ പുച്ഛം മാത്രമാണുള്ളത്. സംഘപരിവാറിന് പോലും ഇത്തരം സംഘടനകൾ ഉണ്ടാക്കി വെക്കുമ്പോൾ സംഘപരിവാറിന് പോലും അവരുടെ അനുഭാവികൾക്ക് പോലും അവരോട് പുച്ഛം തോന്നുന്ന നിലപാടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ നമ്മളൊരു മടിയും വിചാരിക്കേണ്ടതില്ല.